പാലക്കാട് കഞ്ചിക്കോട്ട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടിട്ടുള്ളതാണ് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത്. വാർത്താസമ്മേളനം നടത്തി വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും മത്സരിക്കാനില്ല എന്ന് മന്ത്രി എം പി രാജേഷ് പരിഹസിച്ചു. എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. എം പി രാജേഷിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള എലപ്പുള്ളി പഞ്ചായത്ത് നാളെ പ്രമേയം പാസാക്കും. മദ്യശാല നിർമ്മാണ മേഖലയിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ കൊടികുത്തിയിട്ടുണ്ട്. സജോ ദേവസ്യ തിരുവനന്തപുരത്ത് നിന്നും അതോടൊപ്പം തന്നെ വിപിൻ സി വിജയൻ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിന്റെ പ്രതികരണം, അടുത്ത തുടർ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് തരും. സജോ, വളരെ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു. എലപ്പുള്ളി പഞ്ചായത്ത് ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേരുകയാണ്, പ്രമേയം പാസാക്കാൻ പോകുന്നു. സർക്കാർ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? എം പി രാജേഷ് ഈ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടാണല്ലോ ഇന്ന് ഈ വിഷയം വിവാദമാക്കിയതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് സർക്കാരിന്റെ ന്യായം? നിയമസഭയ്ക്കകത്തും പുറത്തും പ്രാദേശികമായുമൊക്കെ വലിയ പ്രതിഷേധത്തിന് ഇതിനകം പ്രതിപക്ഷം കോപ്പുകൂട്ടുകയും അത്തരം പ്രതിഷേധങ്ങളിലേക്കും അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനുള്ള തീരുമാനത്തിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാം സുതാര്യമായാണ്. അപേക്ഷ ലഭിക്കുന്നു, അപേക്ഷ പരിഗണിക്കുന്നു, അതിന് യോഗ്യമായ കമ്പനിയാണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നു. ഈ വിദേശ മദ്യ നിർമ്മാണ കമ്പനിക്ക് പ്രവർത്തനാനുമതി അല്ലെങ്കിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രാരംഭാനുമതിയാണ്, അതിൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് പോകണം എന്ന് വിശദീകരിച്ചുകൊണ്ട് സഭയിലും ഇക്കാര്യങ്ങൾ സഭയിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി ഇത് വരും എന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ അതൊരു നിക്ഷേപമാണ്, സംരംഭമാണ്, അതിനുള്ള അവസരമാണ് എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു അപേക്ഷ, ആകെ ഒരു അപേക്ഷ മാത്രമാണ് വന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ ആരോപിക്കുന്നു. അങ്ങനെ ഒരു അപേക്ഷ വരുമ്പോൾ ടെൻഡർ ഇല്ലാതെ പെട്ടെന്നൊരു അനുമതി എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുക? അതുകൊണ്ട് അക്കാര്യത്തിൽ അഴിമതി ആരോപണം ഉയർത്തുകയാണ് പ്രതിപക്ഷം. മറ്റൊന്ന്, ഈ ഭൂഗർഭ ജല ലഭ്യത അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പാലക്കാടിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിക്കാതെയാണ്, ആ പ്രദേശത്തിൻ്റെ ജലലഭ്യതയുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെയാണ് സർക്കാർ തന്നെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ പദ്ധതി ഉണ്ടാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ആ പ്രദേശത്തെ പ്രാദേശികമായി ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് പ്രതിപക്ഷം ആരോപണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ ആ കാര്യത്തിൽ സർക്കാർ ഇനി എന്ത് കൂടുതൽ വിശദീകരണം? നേരത്തെ എക്സൈസ് മന്ത്രി സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യത്തിൽ ചട്ടങ്ങൾ പാലിച്ചാണ്, സുതാര്യമാണ്, ആരോപണങ്ങളും വെറും രാഷ്ട്രീയ വിവാദം മാത്രമാണ്, മുതലെടുപ്പിനുള്ള ശ്രമമാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും കുറെ കൂടി വ്യക്തതയോടുകൂടി ഇക്കാര്യങ്ങൾ സഭയിൽ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരും. സഭയിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും. ഇത് പ്രതിപക്ഷത്തെ അദ്ദേഹം പരിഹസിക്കുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സഭയിൽ ഇക്കാര്യത്തെ കുറച്ചുകൂടി വ്യക്തമായി വിശദീകരിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയും, ഈ ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന ഈ കമ്പനി, ഈ അനുമതി നേടിയിട്ടുള്ള ഈ കമ്പനിയും ആരോപണ നിഴലിലാണ്. ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ നേരിട്ട ആരോപണങ്ങളെക്കുറിച്ചും അതും ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി ഇതിനകം തന്നെ പ്രതിപക്ഷം പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആരോപണ നിഴലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ പുകമറയുള്ള മറ്റു പല ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന് ആരോപിക്കുകയും അതുവഴി അതൊരു വലിയ രാഷ്ട്രീയ പ്രതിപക്ഷം ഏതായാലും സജോ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഉണ്ട്. അതുകൊണ്ട് ഇത് ഉടൻ പിൻവലിക്കണം. ഒരു ടെൻഡറും വിളിച്ചിട്ടില്ല, യാതൊരു നടപടിക്രമവും പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് അനുമതി നൽകിയതെന്നാണ്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു, നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് നിയമാനുസൃതം മാത്രമേ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന ഒരു മറുപടിയാണ് എം പി രാജേഷ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ച വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടി നോക്കാം. എങ്ങനെയാണ് എലപ്പുള്ളി പഞ്ചായത്ത് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും പഞ്ചായത്തിന്റെ തുടർ നീക്കങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, ഇത് ആ നാട്ടിലെ ജനങ്ങളെ കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്കും കാർഷിക നാശത്തിലേക്കുമൊക്കെ നയിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് കലാശിക്കാൻ പോകുന്നത് എന്നാണല്ലോ എലപ്പുള്ളി പഞ്ചായത്തിന്റെ നിലപാട്. അപ്പോൾ ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ
ഒരു ബൃഹത് പദ്ധതി ആ നാട്ടിൽ വരുന്നത് എങ്ങനെ, അതിന് നിയമപരമായി ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, നിയമാനുസൃതമാണ് ഇതൊക്കെ നടപ്പാക്കിയിട്ടുള്ളതെന്ന് എം.പി. രാജേഷിന്റെ വാദം അതിൽ കഴമ്പില്ല എന്നാണോ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണല്ലോ എലപ്പുള്ളി, അല്ലേ? അതെ, UDF ഭരിക്കുന്ന പഞ്ചായത്താണ് എലപ്പുള്ളി. ഇനി പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ ഒരു സമരത്തിൻ്റെതായിരിക്കും എലപ്പുള്ളി പഞ്ചായത്തിനെ, പാലക്കാടിനെ സംബന്ധിച്ച് എന്നുള്ളത് കൃത്യമായ സൂചനകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നാളെയാണ് അടിയന്തരമായിട്ടുള്ള യോഗം ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യാൻ, ഈ ബ്രൂവറി വരുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നാളെ എലപ്പുള്ളി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേരുന്നു. നാളെ തന്നെ പ്രമേയം പാസ്സാക്കുകയും ചെയ്യുന്നു. ഇതിന് പഞ്ചായത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒരു അനുമതിയും കിട്ടിയിട്ടില്ല. പക്ഷേ മന്ത്രി പറയുന്നത് എല്ലാ നിയമങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ മാത്രമാണ്, അതിനുള്ള ഒരു അനുമതി മാത്രമാണ് നൽകിയത് എന്നുമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വെള്ളമില്ല, ഇവിടുത്തെ ആളുകൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ സമരങ്ങളും, ഈ പ്രതിഷേധ സ്വരങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വേനൽക്കാലം വരുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് തന്നെ പല പദ്ധതികൾ രൂപീകരിച്ച് അതിലൂടെ ജനങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം എത്തിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നത്. ഒപ്പം തന്നെ ഇത് ചിറ്റൂർ ബ്ലോക്കിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ്. അതായത് ഈ ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നു എന്നതിൽ റെഡ് സോണിൽ പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഈ എലപ്പുള്ളി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് സോണിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഇനിയും ഭൂഗർഭജലം ഇത്രത്തോളം ജലനിരപ്പ് കുറഞ്ഞ ഒരു സ്ഥലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു സ്ഥലത്ത് ബ്രൂവറി വരുന്നു എന്നുള്ളത് ജനങ്ങളുടെ ആശങ്കയാണ്. അത് അവർ അത്രത്തോളം മനോവിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ ലാഭം എന്നൊക്കെ മന്ത്രി പറയുമ്പോഴും അതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും, ഈ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ വേണ്ട ആവശ്യമായ ജലം, ആ ജലം നൽകാനുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ജല അതോറിറ്റിയുമായിട്ടാണ് എന്നാണല്ലോ എം.പി. രാജേഷ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിന് ഈ കാര്യത്തിൽ ഒരു റോളുമില്ല. ആ നാട്ടിലൊരു പദ്ധതി നടപ്പാക്കാൻ വരുമ്പോൾ ആ പഞ്ചായത്തിന് അനുമതി വാങ്ങുക, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുക, അതുപോലെ തന്നെ ഏത് കമ്പനിയെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിൽ ടെൻഡർ വിളിക്കുക, ഇതിന് നിയമാനുസൃതം പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. പഞ്ചായത്തിന് വിശ്വാസത്തിലെടുക്കാതെയാണ് ഈ പദ്ധതി അവിടേക്ക് വരുന്നത് എന്നാണല്ലോ എലപ്പുള്ളി പഞ്ചായത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിന്റെ അനുമതി വേണ്ട എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിനോട് ഇതേക്കുറിച്ചുള്ള ഒരു അനുമതി ചോദിക്കുകയോ അത്തരത്തിലുള്ള പ്രാരംഭമായിട്ടുള്ള നിയമ കാര്യങ്ങൾ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഇവരും പിന്നീടാണ് ഈ വിവരം അറിയുന്നത്. അതായത് ബ്രൂവറി വരുന്നു എന്നുള്ള വിവരം എലപ്പുള്ളി പഞ്ചായത്ത് അറിയുന്നതും പിന്നീട് മാത്രം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ അനുമതി പിന്നീടാണ് വാങ്ങേണ്ടത്. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള ഒരു തടസ്സം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയില്ല. പക്ഷേ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു ആശങ്ക പരിഹരിക്കാതെ ഒരു വലിയ ഒരു പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നു. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ലാഭം എന്ന് മാത്രം പറയുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ കൂടി ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇന്നിപ്പോൾ BJP-യുടെ ഒരു സമരം ഇങ്ങോട്ടേക്ക് വരുന്നു. VK ശ്രീകണ്ഠൻ ഈ സ്ഥലം സന്ദർശിച്ചു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രദേശത്ത് കൊടിനാട്ടിക്കഴിഞ്ഞു. അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കുകയില്ല. ഒപ്പം തന്നെ ഇതിലുള്ള ഒരു വിശദീകരണം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നൽകേണ്ടി വരും. കാരണം അവർ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഗോപികൃഷ്ണൻ, ശരി, ചിറ്റൂർ മേഖലയിലാണ് ഈ എലപ്പുള്ളി പഞ്ചായത്ത് ഉൾപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന നാട്ടുകാരാണ് അവിടെയുള്ളത്. അവിടെയാണ് ഈ ഭൂഗർഭജലത്തിന്റെ കാര്യത്തിൽ അതിന്റെ തോത് പരിഗണിക്കുമ്പോൾ റെഡ് സോണിലുള്ള, അതായത് അപായ സിഗ്നൽ നൽകിയിട്ടുള്ള പ്രദേശമാണ്. അവിടെയാണ് ബ്രൂവറിക്ക് പ്രവർത്തനാനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ അനുമതിയോ പഞ്ചായത്തിന് വിശ്വാസത്തിലെടുക്കുകയോ ചെയ്യാതെയാണ് ഈ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഒരുപക്ഷെ നമുക്ക് അല്പസമയത്തിനകം ലഭിച്ചേക്കാം. ഏതായാലും അടിയന്തര യോഗം ചേർന്ന് ഒരു പ്രമേയം പാസാക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. കടുത്ത സമര പരിപാടിയിലേക്കും പ്രതിഷേധ പരിപാടികളിലേക്കും കടക്കാൻ നാട്ടുകാർ തീരുമാനിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് വിപിൻ സി വിജയൻ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സമരരംഗത്തേക്ക് കടക്കുകയാണ്. സമരത്തിനായുള്ള കൊടി കുത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും 600 കോടിയുടെ പദ്ധതി ആ നാട്ടിലേക്ക് വരുമ്പോൾ ഭൂഗർഭജലം കാര്യമായി വിനിയോഗിക്കപ്പെടുന്ന ഒരു പദ്ധതിയിൽ വലിയ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്തെ നാട്ടുകാരെ ആകെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി വരുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. UDF ഭരിക്കുന്ന പഞ്ചായത്താണ് എലപ്പുള്ളി. സ്വാഭാവികമായും സമരത്തിന്റെ കാലമായിരിക്കും ഇനി അവിടെ വരാൻ പോകുന്നത്, പ്രതിഷേധത്തിന്റെ സ്വരങ്ങളായിരിക്കും ഇനി അവിടെ നിന്ന് കേൾക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം.